കാടും പുഴകളും അതുപോലെ തന്നെ ഇതുപോലെ പച്ചപ്പൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. വീഡിയോസ് മാത്രമല്ല നേരിട്ട് കാണാനും എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ എടുത്ത് വെച്ചിരുന്ന കുറേ വീഡിയോസാണ് ഇപ്പോൾ ഫോണൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് കണ്ടതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല നല്ല കുറേ നല്ല വീഡിയോസൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സ്വാഗതമൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ഇട്ട് ഭയങ്കരൊക്കെ ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ചെയ്തതല്ലേ. പണ്ട് നമ്മളെല്ലാവരും കൂടെ ആണെങ്കിൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഒരുമിച്ചിരുന്ന് പറയത്തില്ലായിരുന്നു. ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ അല്ലേ? ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഴയ ഓർമ്മയുണ്ടോ ഈ ഒരു വീഡിയോസൊക്കെ? നമ്മുടെ നാട്ടിൽ പോയ വീഡിയോ. അതെ അതെ. ഫോണാണെങ്കിൽ നോക്കി കഴിഞ്ഞപ്പോൾ കുറേ ഇങ്ങനെ വീഡിയോസ് കിടക്കുന്നു. അപ്പൊ ഞാൻ ഇതൊന്നും നമ്മളത് കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ നോക്കി നമ്മളിത് എപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. നല്ല രസമല്ലേ കാണാന്? ഇപ്പൊ പോകാൻ തോന്നുന്നില്ലേ? എനിക്ക് സമയം നാട്ടിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കുന്ന സമയം നാട്ടിലത്തെ വൈബ് എനിക്ക് കിട്ടാൻ. ഇവിടുത്തെ വൈബ് ഒന്നും കിട്ടത്തില്ല. നാട്ടിലാണെങ്കിൽ ഇവിടെ ഒരു വൈബ് കിട്ടുന്നില്ല. പക്ഷെ ഇവിടുന്നാണ് ഈ വൈബ് കിട്ടും, നാട്ടിലും വൈബ് കിട്ടും. എനിക്ക് ബൈബിന്റെ കാര്യം ബൈബിളിന്റെ വൈബ്. അപ്പൊ ഞങ്ങളാണെങ്കിൽ എവിടോ പോയിട്ട് ഏതാണ്ടൊക്കെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മളിവിടെ പോത്തില്ല. അതുകൊണ്ട് നല്ല രസമാണ് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട്. പക്ഷെ നമുക്ക് സമയം കിട്ടാതെ ഒട്ടും ഇല്ലാഞ്ഞ പോലെ തോന്നിയല്ലേ. ഞാൻ ഓർത്തായിരുന്നു ഈ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിൽ പോയി ഓർത്തു കേട്ടോ. അപ്പൊ വെറുതെ നോക്കിയപ്പോഴാണ് എല്ലാ വീഡിയോസും ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ തന്നാ പിന്നെ അപ്പൊ ആണെങ്കിൽ വീഡിയോസ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതെ പിന്നെ ഇത് കേട്ടോ, ഞങ്ങൾ ആ സമയത്ത് അല്ലെങ്കിൽ റംബുട്ടാൻ. അപ്പൊ മിക്ക വീടുകളിലും ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വലയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു റംബുട്ടാന്. നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ റംബുട്ടാൻ ഉണ്ടായിരുന്നു. ചെറിയ ബഡിന്റെ ആരല്ല വെച്ചിരുന്നത്. അപ്പം ചെറുതായിരുന്നു, പക്ഷെ അത് നന്നായിട്ട് നല്ല നിറച്ചു ഉണ്ടാവുകയും ചെയ്തു 2 വർഷം. അതെ അത് ഇങ്ങോട്ട് പണി വന്നപ്പോൾ അത് മാറ്റേണ്ടി വന്നു. ഈ മഴ സമയം ആയത് കാരണം കൊണ്ട് ആറുകളെല്ലാം ആണെങ്കിൽ നന്നായിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുമായിരുന്നു അല്ലേ. നല്ല രസമല്ലേ. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇത് പരുമലയിലാണെങ്കിൽ പോയ വീഡിയോ. പരുമല അതെ ചേട്ടന്റെ വീട്ടിൽ പോയ വീഡിയോയാണ്. അവിടെ നിന്നാണെങ്കിൽ എല്ലാരും കൂടെ ആണെങ്കിൽ ഒരു സന്തോഷമായിരുന്നു അല്ലേ. അപ്പായും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പായും കൂടെ അതെ അതെ ജോബലാന്ന് തോന്നുന്നു. താഴോട്ടാണ് എന്നിട്ട് ഓടിപ്പോയി. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് ഓടിപ്പോയതാട്ടോ. അതെ അപ്പായും ഏജും കൂടെ ഏതാണ്ടൊക്കെ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അതെ പിന്നെ ഞാനും ആണെങ്കിൽ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഏബൽ എന്ത് ചെയ്യും? നീ ഇവിടെ എനിക്കറിയില്ല. അപ്പൊ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. അതെ വീടൊക്കെ ആണെങ്കിൽ പുതുക്കി പണി കഴിഞ്ഞിട്ട് പഴയ വീട് ഒന്നുകൂടെ പുതുക്കി പണിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മൾ പോണേ അല്ലേ. അപ്പൊ വീടെല്ലാം ഞങ്ങളാണെങ്കിൽ ഒന്ന് കാണുമായിരുന്നു. അപ്പം ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല രസമല്ലേ ഈ ഫ്ലവർ കാണാൻ. ആർട്ടിഫിഷ്യലാ, ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ കുറച്ച് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത കേട്ടോ. ഏഞ്ചു ആണെങ്കിൽ എന്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഏമനാണെങ്കിൽ
അതുകൊണ്ട് ഇവിടെ കളിക്കാൻ സ്ഥലം കിട്ടിയത് അതെ ടേബിളിനെ കണ്ടു. സത്യം പറഞ്ഞാൽ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് അന്നേരം തന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയും നമ്മൾ അന്നേരം തന്നെ പറഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്കാണെങ്കിൽ ഓർമ്മകൾ വരും. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഓർത്തെടുക്കണം എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്. പക്ഷെ നല്ലതാണ് ഇങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ എപ്പോഴും അത് കണ്ടിരിക്കാനൊക്കെ പറ്റുമല്ലോ അല്ലേ. പിന്നീടായാലും അത് ഓർക്കാനൊക്കെ പറ്റും. ചേച്ചിയാണെങ്കിൽ എല്ലാം നല്ലതായിട്ടാണെങ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വീടിന്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ നല്ല വ്യൂ ആണ്. എനിക്കിഷ്ടമാണ് അവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ലതാണ് അല്ലേ. ഇവിടെ ചെന്നപ്പോ അവിടെ കളിക്കാനാണെങ്കിൽ പിള്ളേർ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആണെങ്കിൽ കളിക്കാനൊക്കെ ആൾക്കാരാണെങ്കിൽ ആ വയ്ക്കാൻ പോകുമല്ലോ. പക്ഷെ ഒത്തിരി ദിവസം നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഒരു ദിവസം നമ്മൾ ഇന്നുണ്ട് അല്ലേ. രാവിലെ നിന്റെ പള്ളിയിലൊക്കെ പോയിട്ട് പിന്നെ വൈകിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നതായിരുന്നു. കാരണം നമുക്കാണെങ്കിലും പിന്നെ സമയം പല എന്നിട്ടും നമുക്ക് ഒന്നിനും സമയം തികയാത്തത് അല്ലേ. ഇതാണോ ഇതാണ് ബാക്ക് സൈഡിൽ അന്നത്തെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. വാഴയും ഈ മാവല്ലേ അത് ആ നിൽക്കുന്നത്. മാവുണ്ട് ശരിയാ. പ്ലാവും ഒക്കെ ആണെങ്കിൽ നല്ല രസമാണ്. അതിൻ്റെ കൂടെ ആണെങ്കിൽ അവിടെയൊക്കെ നിന്നിട്ടാണെങ്കിൽ ആ താഴെ മുറ്റത്ത് നിന്നിട്ട് ഒരു ചായ കുടിക്കാൻ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ കുടിക്കുന്നുണ്ടല്ലോ. മഴ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? രാത്രിയിൽ മഴ ഉണ്ടായിരുന്നു. രാത്രിയിൽ മഴ ഉണ്ടായിരുന്നു പക്ഷെ പകലില്ലായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. എന്തൊക്കെ ഇതെന്താണ് ഞാനാണെങ്കിൽ അറിയില്ല. ഞാനാണെങ്കിൽ മോളത്തെ റൂമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ താഴോട്ട് വരികയായിരുന്നു കേട്ടോ. അപ്പൊ ഇത് പക്ഷെ ആണെങ്കിൽ ബ്ലാക്ക് പെയിന്റ് ആണ് ഇത്. എന്താ ടൈല് തന്നെ. ഇത് ടൈലാണ് ഇട്ടേക്കുന്നത് ബ്ലാക്ക്. ഞാൻ ആദ്യം ഓർത്ത പെയിന്റാണ് കേട്ടോ. പെയിന്റ് അല്ല, അത് ബ്ലാക്ക് ടൈലാണ്. ഇതാണ് ഇവിടെ ഇതിന്റെ ബാക്ക് വശം. ഇവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞില്ല ചായയൊക്കെ കുടിച്ചത് നല്ല രസമാണ്. അവിടെ ഒരു ചായ നല്ലൊരു എന്താ പറയാ 4 മണിക്കൊക്കെ ഇരുന്നിട്ട് ചായയും ഒരു ചെറുകടിയൊക്കെ വെച്ചിട്ട് അല്ലേ, സ്നാക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചായ കുടിക്കാനുള്ള ചായ എന്താ ഏവലിതാണ് പപ്പ. ചക്ക ഉണ്ടായിരുന്നു പക്ഷെ ചക്ക വിളഞ്ഞില്ലായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമത് ചെന്നപ്പോൾ ആണെങ്കിൽ ചേച്ചി അതിന് ചക്ക ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ചായയൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ കുടിച്ച് പിന്നെ ആ മുറ്റത്തിലാണെങ്കിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. ചക്ക തന്നെ കണ്ടോ. ചക്ക വിളഞ്ഞിട്ടില്ലായിരുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇടിച്ചക്ക പരുവം. ഇടിച്ചക്ക പരുവം കഴിഞ്ഞത്. കുറേ ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. കണ്ടോ ഇതിൽ ഏതോ ഒരു ചക്ക നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും പക്ഷെ ആണെങ്കിൽ പിന്നെ പഴുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മളിത് വേവിച്ചെടുത്തു. കാരണം പണ്ടൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ചക്കയൊന്നും കണ്ടു കഴിഞ്ഞാൽ അത്രയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ല, തട്ടലായിരുന്നു, കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ആ ഒരു വില മനസ്സിലാകുന്നത്. ഇപ്പൊ ഒരു ചക്കയൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാണ് കഴിക്കാൻ. പിന്നെ താറാവ് താറാവല്ലത് പാത്ത. അപ്പൊ ഞങ്ങൾ അന്നാണെങ്കിൽ വീട്ടിൽ പോകാൻ വേണ്ടി തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അതിന് നേരത്തെ ഒരുങ്ങിയൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പാത്തയൊക്കെ കണ്ടത്. ഏബലാണെങ്കിലും ജോയലും കൂടെ ആണെങ്കിൽ സൈക്കിളൊക്കെ ഓടിച്ച് കറങ്ങി നടക്കുകയായിരുന്നു. ഇഷ്ടമാണോ കരിമല നിൽക്കാനാണോ? ആണോ? അവിടെ ആകുമ്പോൾ കളിക്കാൻ ആൾക്കാരുണ്ടല്ലോ അല്ലേ. പിന്നെ എന്താ അവിടെ എനിക്ക് നേരത്തെ എന്നോട് എപ്പോഴും പറയാം. അപ്പൊ നമുക്ക് പരിമളപ്പള്ളി പെരുന്നാളിന്റെ സമയത്ത് പോകണം. കാരണം അവിടെ ആണെങ്കിലേ ഇത് കണ്ടോ, ഇതിന്റെ മുകളിൽ കയറിയാൽ നീ ഒരു ഏണി വെച്ചിട്ട് മേലെ അവിടെ ഉണ്ടായിരുന്നല്ലോ ഓൾറെഡി. അപ്പൊ അതിന് മേലെ കയറിയായിരുന്നു. എന്നിട്ട് എന്നോട് പറയാണ് കേറാൻ. എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് വയ്യ.
ഞാൻ just പിന്നെ ഞാൻ ധൈര്യം പേടിച്ചു. പക്ഷെ എനിക്ക് ധൈര്യമില്ല, എനിക്ക് പേടിയായിരുന്നു അന്നേരം. ഞാൻ 3 സ്റ്റെപ്പ് ഇട്ടു, ചേച്ചി നല്ല ചെടിയൊക്കെ പിന്നെ ഞാൻ ബാക്ക് പിന്നെ എനിക്ക് ഈ ഒരു ചെടി പോയെന്ന് തോന്നുന്നു. അവിടെ എന്തോ ഒന്ന് ഒടിഞ്ഞു വീഴുവോ, അതാണ്ട് മരം ഏതാണ്ട് വീട്ടത് പോയെന്ന് ആയിരിക്കും. ആ പറയുന്നു. പണിയൊക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.